ജെഫൈസ് പുറത്തുവിട്ട ക്രിമിറ്റോറിയത്തിൻ്റെ പുകക്കുഴൽ ഒടിഞ്ഞ വാർത്ത നഗരസഭാ കൗൺസിലിൽ പ്രക്ഷുബ്ധ രംഗങ്ങൾ സൃഷ്ടിച്ചു. ചാലക്കുടി ക്രിമിറ്റോറിയം വിഷയത്തിൽ നഗരസഭാ കൗൺസിൽ യോഗം ബഹളമയമായി. പ്രതിപക്ഷത്തിൻ്റെ നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നഗരസഭാ ചെയർമാൻ എബി ജോർജ് നിസ്സഹായകനായി. ജീവനക്കാരെ പഴിചാരി രക്ഷപ്പെടാനുള്ള ചെയർമാൻ്റെ ശ്രമവും വിജയിച്ചില്ല. ഇടയ്ക്ക് ചെയർമാൻ വർഗീയവാദിയാണോ എന്നുവരെ ചെയർമാൻ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ മറുചോദ്യം. വിഷയത്തിൽ സ്വതന്ത്രാംഗം വി.ജെ. ജോജിയും ഇടപെട്ടു. ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ എന്തിനാണ് പറയുന്നതെന്നായിരുന്നു വി.ജെ. ജോജിയുടെ ചോദ്യം. ചെയർമാൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ പുറത്തു വരുന്നുവെന്നുകൂടെ വി.ജെ. ജോജി കൂട്ടിച്ചേർത്തു. ക്രിമിറ്റോറിയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതിന് ശേഷം ഇനി കൗൺസിൽ യോഗം നടത്തിയാൽ മതിയെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച ചർച്ച കൗൺസിലിൽ വീണ്ടും പ്രക്ഷുബ്ധ രംഗങ്ങൾ സൃഷ്ടിച്ചു. ക്രിമിറ്റോറിയത്തിൻ്റെ പുകക്കുഴൽ തകരാറിലാണെന്ന് മാസങ്ങൾക്ക് മുൻപേ ചെയർമാനെ അറിയിച്ചിട്ടും ചെയർമാൻ ഗൗനിച്ചില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ചെയർമാൻ്റെ അനാസ്ഥയാണ് അറ്റകുറ്റപ്പണികൾക്ക് തടസ്സമായത്. പുകക്കുഴൽ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് വീണതോടെ ലക്ഷങ്ങൾ മുടക്കി കെട്ടിടത്തിൻ്റെ മുകളിൽ നിർമ്മിച്ച മേൽക്കൂര തകർന്നു. ഇതിനെല്ലാം ഉത്തരവാദി ചെയർമാനാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സംസ്കാരത്തിന് ശേഷമുള്ള ഭൗതികാവശിഷ്ടങ്ങൾ ചാക്കിൽ കെട്ടി വളക്കമ്പനികൾക്ക് വിൽപ്പന നടത്തിയതും ഈ ചെയർമാൻ്റെ കാലത്താണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ചെയർമാനെതിരെയുള്ള മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷാംഗങ്ങൾ ചെയർമാൻ്റെ ചേംബറിന് ചുറ്റും കൂടി. പ്രതിരോധത്തിലായ ചെയർമാനെ പിന്തുണയ്ക്കാൻ ഭരണപക്ഷത്തു നിന്നും കാര്യമായ ഇടപെടലുകളുണ്ടായില്ല. ഗത്യന്തരമില്ലാതായതോടെ ചെയർമാൻ യോഗം പിരിച്ചുവിടുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, വി.ജെ. ജോജി, KS സുനോജ്, ബിജി സദാനന്ദൻ, ഷൈജ സുനിൽ, ബിന്ദു ശശികുമാർ, ലിലി ജോസ്, TD എലിസബത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ ചെയർമാൻ്റെ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തി. ചാലക്കുടി മണ്ഡലത്തിന് പുറമെ ആളൂർ പഞ്ചായത്തിലുള്ളവരും മൃതദേഹ സംസ്കരണത്തിനായി ചാലക്കുടി നഗരസഭ ക്രിമിറ്റോറിയത്തെയാണ് ആശ്രയിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 1 മാസം കഴിഞ്ഞാലും ക്രിമിറ്റോറിയം പ്രവർത്തന സജ്ജമാകില്ല. ദിവസങ്ങൾക്ക് മുൻപ് കെട്ടിടത്തിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണ പുകക്കുഴൽ ഇതുവരെയും നീക്കം ചെയ്തിട്ടില്ല. അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണമായതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ബോഡി സംസ്കരിക്കാൻ പറ്റാത്ത രീതിയിൽ പല സന്ദർഭങ്ങളിലും പല അറ്റകുറ്റപ്പണിയുടെ ഭാഗമാവും അടിയന്തര വർക്കുകളുടെ ഭാഗമാവും ചില കേടുപാടുകളുടെ ഭാഗമായിട്ടൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. എല്ലാ കൗൺസിലിന്റെ കാലത്തും, മുൻ കൗൺസിലിന്റെ കാലത്തും അതിന്റെ മുമ്പത്തെ കൗൺസിലിന്റെ കാലത്തൊക്കെ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പോക്കോട് മാറ്റിയ സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ട്, ചേംബർ കേടായ സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ട്. കെട്ടിടത്തിന്റെ അനുബന്ധ നിർമ്മാണത്തിന്റെ അറ്റകുറ്റപ്പണികളുമായിട്ടൊക്കെ നമ്മുടെ പ്രവർത്തനം ചില ദിവസങ്ങളോടൊക്കെ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അതുപോലെയുള്ള ഒരു അടിയന്തര പ്രാധാന്യമുള്ള ഒരു വർക്ക് അവിടെ വന്നിട്ടുണ്ട്, നമുക്ക് നിർത്തിവെക്കേണ്ടി വന്നു. ഇനി ഇത് അവിടെ സ്ഥാപിച്ച് ഡെഡ് ബോഡി സംസ്കരിച്ചതിന് ശേഷം അല്ലാതെ സംസാരിക്കാൻ പറ്റില്ല. ഇത് ആരാണ് അസുഖം? ഇത് നഗരസഭയുടെ അസുഖം കണ്ടറിഞ്ഞിട്ടും കേട്ടറിഞ്ഞിട്ടും ചെയ്യാതെ പോയി
അതിന്റെ പോക്കോടില് ഈ കേടുപാട് സംഭവിച്ചിട്ട് മാസങ്ങളായി. ഇവിടെ ഫയല് ഇവിടെ അറിയില്ലായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ നടപടി സ്വീകരിച്ചില്ല? അടക്കമുള്ള ആൾക്കാരെ നടപടി സ്വീകരിച്ചെങ്കിലും പിന്നീട് അതിന്റെ ഒരു പ്രവർത്തനം നടക്കാതെ ആ ഫയൽ ഇവിടെ ഫ്രീസറിലിരുന്നു. ആ ഇരുന്നതിന്റെ ഫലമാണ് ഈ കഴിഞ്ഞ 3-5 ദിവസം മുന്നേ കോഴിക്കോട് താഴെ വീണത്. ഇപ്പോൾ ഇന്ന് ചെയർമാൻ പറയുന്നു ഞാൻ പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥർ കേൾക്കുന്നില്ല, അതിന്റെ പേരിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നവരാണ്. ഈ ചെയർമാന്റെ കഴിവുകേട് ഉദ്യോഗസ്ഥരുടെ മേലിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഈ UDF ഭരണസമിതിയുടെ കാലത്ത് തന്നെയാണ് ഈ ഇതുപോലുള്ള സംഭവങ്ങൾ ഇപ്പൊ പലവട്ടമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ യാതൊരുവിധ അറ്റകുറ്റപ്പണി നടത്താതെ ഈ നിലകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്നതാണ്. കഴിഞ്ഞ LDFന്റെ ഭരണസമിതിയുടെ കാലത്ത് MN ശശീന്ദ്രൻ ചെയർമാനായിരുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ ക്രിമിറ്റോറിയം സ്ഥാപിക്കാൻ വേണ്ടി അന്നത്തെ കൗൺസിൽ മുന്നോട്ട് പോയത്. അതിനെതിരായിട്ട് അവിടെ ഈ ക്രിമിറ്റോറിയം വരാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ UDFന്റെ ബ്ലോക്ക് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ, അന്നത്തെ ബ്ലോക്ക് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ ഹൈക്കോടതിയെ സമീപിക്കും, സ്റ്റേ വാങ്ങിച്ച് നിരവധി കാലം അവിടെ ഇത് വരാതിരിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടന്നപ്പോൾ ചാലക്കുടിയിലെ പൊതുജനങ്ങളെല്ലാം രംഗത്തിറങ്ങുകയും SNDPയും NSSും അടക്കം മറ്റ് പൊതുജനങ്ങളും ചേർന്ന് ഇതിനെതിരെ ശക്തമായിട്ടുള്ള സമരങ്ങൾ നടത്തിയതിന്റെ ഫലമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ക്രിമിറ്റോറിയം വന്നത്. ആ ക്രിമിറ്റോറിയത്തെ വീണ്ടും തകർക്കാനുള്ള ശ്രമമാണ് ഇന്നത്തെ UDF ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും ന്യായീകരിക്കാവുന്നതല്ല. കഴിഞ്ഞ ആഴ്ചയിലാണ് ചാലക്കുടി നഗരസഭയുടെ ക്രിമിറ്റോറിയം തകർന്നു വീണത്, പുകക്കുഴൽ തകർന്നു വീണത്. അത് ഈ ചാലക്കുടി മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളും, മണ്ഡലം വിട്ട് ആളൂർ പഞ്ചായത്തിലെ ജനങ്ങളുമാണ് അത് അവിടെ ഉപയോഗിച്ചു വന്നിരുന്നത്. ഇത് ഈ പുകക്കുഴലിന് കേടുപാടുകൾ പറ്റിയിട്ട്, അതായത് ലീക്ക് വന്നിട്ട് മാസങ്ങളോളം വന്നിട്ട് അറിഞ്ഞിട്ട് പോലും, ചെയർമാൻ ഇപ്പോൾ കൗൺസിലിൽ പറയുകയും ചെയ്തു, അറിഞ്ഞിട്ട് പോലും അത് നേരെയാക്കാവുന്ന വിധത്തിലോ അല്ലെങ്കിൽ പുതിയതിന് ടെൻഡർ വെച്ചെടുക്കേണ്ട കാര്യത്തിൽ പോലും ശ്രദ്ധ കൊടുക്കാതെ യാതൊരു ശ്രദ്ധ ക്രിമിറ്റോറിയം കാര്യത്തിൽ ഇപ്പൊ ഭരിക്കുന്ന UDFകാർ യാതൊരു ശ്രദ്ധ കൊടുക്കില്ല. കാരണം ഇത് വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിച്ച ആൾക്കാരാണ്.